ഗൈസ് അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സിനിമ കണ്ടു. 29 എന്നാണ് സിനിമയുടെ പേര്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ നല്ല ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നൊരു പേരായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ സിനിമ കാണാൻ ഇടയായത്. ആ ട്രെൻഡായതല്ലേ എന്തുകൊണ്ടാണെന്ന് സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. എങ്ങനെങ്കിലും IAS ആവാൻ വേണ്ടി നടക്കുന്ന നായികയും ലൈഫിൽ 29 വയസ്സായിട്ടും രക്ഷപ്പെടാതെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് നടക്കുന്ന ഒരു നായകനും ഒന്നുചേരുമ്പം അവരുടെ ലൈഫിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് കാണിച്ചു തരുന്നൊരു സിനിമയായിട്ട് എനിക്ക് തോന്നി. ഫസ്റ്റ് ഹാഫ് ഫുള്ള് റൊമാൻറ്റിക് മൂഡാണ്. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പം നമുക്കൊരു അർജുൻ റെഡ്ഡി വൈബിലേക്ക് പോകുന്ന പോലെ തോന്നും, പക്ഷെ പോകത്തില്ല. ജേണർ ഷിഫ്റ്റ് ചെറിയ രീതിയിലുണ്ട്, പക്ഷേ അതൊന്നും ബാധിക്കത്തില്ല സിനിമയെ. അതൊക്കെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. സിനിമയുടെ കഥയെക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ സിനിമയിൽ ഇഷ്ടപ്പെട്ട എന്താണെന്ന് ചോദിച്ചാൽ സിനിമയുടെ ഓരോ ഡയലോഗുകളാണ്. ഈ സിനിമയുടെ ഡയലോഗുകൾ നമ്മൾ കണ്ടെത്തുന്നൊരു കവിതയൊക്കെ വായിക്കുന്നൊരു ഫീലാണ്. അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളായിട്ടാണ് സിനിമ എഴുതി വെച്ചേക്കുന്നത്. സിനിമയിലെ നായകൻ്റെയും കാര്യം പറയുകയാണെങ്കിൽ അവരുടെ അഭിനയമാണ് സിനിമയെ ഇത്രത്തോളം പിടിച്ചിരുത്തുന്നതെന്ന് പറയാം. ഒരു നല്ലൊരു സിനിമ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക്, അടിപൊളിയാണ്.